ഗൂഗിൾ റിവ്യൂ സ്കാം. ഇത് തുടക്കത്തിൽ ഇച്ചിരി കൂടി രസകരമായിട്ടുള്ളൊരു സ്കാമാണ്. അതായത് നമുക്ക് വാട്സപ്പിലൊരു മെസ്സേജ് വരുന്നു, ഗൂഗിൾ റിവ്യൂ ചെയ്യൂ, നിങ്ങൾ ഡെയിലി ഒരു 20, 30, 40 റിവ്യൂ ചെയ്യൂ, 1000, 2000, 3000 രൂപ സമ്പാദിക്കൂ. അതിൽ ഭൂരിഭാഗം ആൾക്കാരും കൊള്ളാലോ എന്നുള്ള രീതിയിൽ പോയി കാര്യങ്ങൾ ചെയ്യുന്നു. ആദ്യത്തെ ഒരു 2, 3 റിവ്യൂ ഇടുമ്പോൾ തന്നെ ഒരു 100, 200 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നു, ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞ പ്രകാരം. അപ്പോൾ നമ്മുടെ വിശ്വാസത കൂടും. പിന്നെയും നമ്മൾ റിവ്യൂ ഇടുന്നു, പിന്നെയും 100, 200 കാര്യങ്ങളൊക്കെ അവരിട്ട് തരുന്നു. അടുത്തത് നമുക്കൊരു ടാസ്ക്കാണ് അവിടെ വരുന്നത്. നമ്മുടെ അറിവിൽ ടാസ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ആ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു 1000 രൂപ ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അത് തീർച്ചയായും, കാരണം നമ്മൾ ഓൾറെഡി അവിടെ ഇച്ചിരി ട്രസ്റ്റബിളായി. കാരണം അവർ നമുക്ക് പ്രോഫിറ്റ് കൃത്യമായിട്ട് തന്നു, എടുത്ത പണിക്കുള്ള കൂലി അവർ തന്നു കഴിഞ്ഞു, നമ്മളെ വിശ്വാസം പിടിച്ച് പറ്റി ഭൂരിഭാഗവും. അങ്ങനെ നമ്മൾ 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. കൃത്യമായിട്ട് അവിടെ ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ് അവർ കാണിച്ചു തരുന്ന ഒരു സോഫ്റ്റ്വെയറുമായി കണക്ട് ചെയ്തിട്ട്. അത് റിയൽ മാർക്കറ്റ്, റിയൽ എക്സ്ചേഞ്ചോ കാര്യങ്ങളോ കണക്റ്റഡോ ഒന്നും ആയിരിക്കില്ല. നമുക്ക് പ്രോഫിറ്റ് ഉള്ളതായിട്ടും കാണിക്കുന്നു. അവിടെ 1000 രൂപ പതിയെ 1500 രൂപയാവുന്നു, 2000 രൂപയാവുന്നു. ഭയങ്കര സന്തോഷം. നമ്മൾ വിഡ്രോ ചെയ്യുന്നതിന് മുന്നേ അവിടെ ഒരു കണ്ടീഷനും കൂടിയുണ്ട്. അത് വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അടുത്തായിട്ടൊരു 3000 രൂപ കൂടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ മുഴുവൻ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. കാരണം 2, 3 റിവ്യൂ ഇട്ടതിൻ്റെ പേരിൽ 100, 200 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. ആഹാ, കൊള്ളാലോ. നമ്മളൊരു 1000 രൂപ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു ക്രിപ്റ്റോയിൽ, അതും അവർ പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നു. കൊള്ളാലോ, എനിക്ക് നല്ല രീതിയിൽ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നു. സോ പിന്നെ അവർ 3000 ഇടാൻ വേണ്ടി പറയുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അവിടെ സംശയം വരാം. അല്ലാത്ത ആൾക്കാർ നമ്മുടെ ഉള്ളിലുള്ള ആക്രാന്തം എന്ന് പറഞ്ഞുള്ള സാധനത്തിൻ്റെ പുറകെ പോയിട്ട് ആ 3000 രൂപയും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത പൈസ അവരിടാൻ വേണ്ടി പറയുന്നു. എന്ന് വെച്ചാൽ ടോപ്പപ്പ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി മാത്രം ഒരു ചെയിനായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു കെണിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വരെ.